നമസ്തേ. ഒരു 10-13ഓളം വീഡിയോസ് ഞാൻ പലതായി ചെയ്തു. ഞാൻ ഊന്നൽ കൊടുക്കുന്ന പ്രധാന വിഷയങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ബോധ്യം വരുത്തുക എന്നുള്ള ഉദ്ദേശമാണ് ഈ വീഡിയോയിലുള്ളത്. കാര്യം ഫൗണ്ടേഷൻ വളരെ ശക്തമായ മാത്രമാണ് നമുക്ക് അതിൻ്റെ മുകളിലുണ്ടാകുന്ന ബിൽഡിങ്ങിൻ്റെ ശക്തി ഉണ്ടാവുള്ളൂ. ഞാനും എൻ്റെ അനുഭവം പറയാം. ഞാനും ഒരുപാട് വർഷം തെറ്റായ ദിശയിൽ ജ്യോതിഷം പഠിച്ച ആളാണ്. തെറ്റായ ദിശ എന്ന് പറയുന്നത് ഈ ജ്യോതിഷത്തിൽ അഷ്ടവർഗം, ഷഡ്വർഗം, അങ്ങനെ വർഗഫലങ്ങൾ, ജ്യോതിഷത്തിൽ നക്ഷത്രത്തിൽ അധിഷ്ഠിതമായ ഫലങ്ങൾ, അതുപോലെ തന്നെ ഓരോ പല രീതിയിൽ, അതായത് ഗണിതത്തിൻ്റെ മുകളിലാണ് ജ്യോതിഷം എന്ന രീതിയിൽ ജ്യോതിഷത്തെ പല ആചാര്യന്മാരും പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിച്ച ഒരുപാട് കാലം പഠിച്ച് ഒരു നിശ്ചയമില്ലാതെ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഫലം പറയുന്ന സമയത്ത് നമുക്ക് 30% ഫലം പോലും കയ്യിൽ വരില്ല എന്നുള്ളതാണ്. ഇത് ഫലം പറയാൻ നമുക്ക് കോൺഫിഡൻ്റ് വരില്ല. അങ്ങനെ ജ്യോതിഷം പഠിക്കേണ്ടി വന്ന ഒരു ഹതഭാഗ്യനാണ്. പക്ഷേ എൻ്റെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഞാൻ നല്ല ആചാര്യനെ കണ്ടെത്തുകയും ആദിത്യ ഗുരുജി എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ഒരു ആചാര്യൻ്റെ കീഴിൽ ഒരു 4-5 വർഷം പഠിക്കാൻ പറ്റുകയും ചെയ്തതോടുകൂടി ജ്യോതിഷം ഇത്ര വളരെ സിമ്പിളാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ്. ആ മഹാൻ്റെ ഒരു പ്രധാന പോയിൻ്റായിരുന്നു പ്രകാശവും ഇരുട്ടും തമ്മിലുള്ള റിലേഷനാണ് ജ്യോതിഷം. ജ്യോതിഷം എന്ന് പറയുന്നത് നിങ്ങൾ ഗണിതമോ അല്ലെങ്കിൽ കണക്കിൻ്റെ സാങ്കത്യമോ അല്ലെങ്കിൽ പണ്ട് പറയുന്ന പോലെ ശ്ലോകങ്ങളുടെ ബലമോ ഒന്നുമല്ല. വളരെ സിമ്പിളാണ്. ജ്യോതിഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോ ഭാവങ്ങളിലുള്ള പ്രകാശത്തിൻ്റെ ശക്തി എത്രയുണ്ടോ, അല്ലെങ്കിൽ ഓരോ ഭാവങ്ങളിലുള്ള ഇരുട്ടിൻ്റെ ശക്തി എത്രയുണ്ടോ അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതം ഉണ്ടാവും. പ്രധാനമായിട്ടും ലഗ്നമാണ് കാര്യങ്ങളെ തീരുമാനിക്കുന്നത്. ലഗ്നത്തിന് പ്രകാശം എത്ര അധികമുണ്ടോ അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിയുടെ ജീവിതം വളരെ സമ്പുഷ്ടമായിരിക്കും എന്നുള്ളതാണ്. പ്രകാശം എന്ന് പറയുന്നത് പ്രകാശഗ്രഹങ്ങളാണ്, ശുഭഗ്രഹങ്ങൾ എന്ന് പറയും. അപ്പോൾ ഗ്രഹങ്ങളുടെ ശുഭത്വവും പാപത്വമാണ് ഫലം നിർണ്ണയിക്കുന്നത് എന്നും അത് ലഗ്നത്തിൽ അധിഷ്ഠിതമാണ് എന്നും അതിനനുസരിച്ച് ദശകൾ വരണം എന്നുള്ള ഈ ഒരു കോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ ജ്യോതിഷത്തിൽ. 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ജാതകം പ്രവചിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫലപ്രവചനം നടത്താൻ പറ്റും. വെറും 10 അല്ലെങ്കിൽ 15 മിനിറ്റ് മാത്രമേ നമുക്കതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. വർഗചക്രങ്ങളോ നക്ഷത്രഫലങ്ങളോ നക്ഷത്ര ഗോചരങ്ങളോ ഇതൊന്നും നോക്കാൻ നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് ഗ്രഹനിലയും അതുപോലെ തന്നെ അംശകവും മാത്രം ഉപയോഗിച്ചുകൊണ്ട്, അംശക സൂക്ഷ്മമുണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായ പ്രവചനം നടത്താൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അത് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയതാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അതിന് വേണ്ടത് ഈ ഗ്രഹങ്ങളുടെ ക്വാളിറ്റീസ് പഠിക്കുക എന്നുള്ളതാണ്. 9 ഗ്രഹങ്ങളുണ്ട്. ആ 9 ഗ്രഹങ്ങൾ ആരൊക്കെയാണ് ബന്ധുക്കൾ, ആരൊക്കെയാണ് ശത്രുക്കൾ. ഒരു റിലേഷനിലെ ബന്ധു തമ്മിൽ ചേരുന്നതും ഒരു ശത്രുവും തമ്മിൽ ചേരുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എത്ര പ്രകാശഗ്രഹമാണെങ്കിലും ശത്രുക്കൾ ചേരുന്നത് അത് അത്ര ശുഭാവില്ല എന്നുള്ളതാണ്. പിന്നെ ശത്രുക്കൾ ചേരുന്നത് നമ്മൾ 2 ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ഗ്രഹങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. അത് ഗ്രൂപ്പ് എന്ന് മീൻസ് 1, 5, 9 ഭാവാധിപന്മാർ എപ്പോഴും എങ്ങനെ വരുന്നു അതിനനുസരിച്ചാണ്. അതാണ് ശുഭഗ്രഹങ്ങൾ. 6, 8, 12 ഭാവാധിപന്മാർ എപ്പോഴും പാപഗ്രഹങ്ങളായിരിക്കും ആ ലഗ്നത്തിന്. ഒരു ലഗ്നത്തിൻ്റെ 1-ാം ഭാവം, 5-ാം ഭാവം, 9-ാം ഭാവം. അപ്പോൾ ലഗ്നം ഏത് വരുന്നു? 12 ലഗ്നങ്ങളും 2 ഗ്രൂപ്പിലുള്ള ഗ്രഹങ്ങളാണ് ഉള്ളത്. അത് ഒന്ന് ഗുരുവിൻ്റെ ഗ്രൂപ്പും ഒന്ന് ശുക്രൻ്റെ ഗ്രൂപ്പും. ഇത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. ശുക്രൻ്റെ ഗ്രൂപ്പിലുള്ളത് ശുക്രൻ, ശനി, ബുധൻ മുതലായിട്ടുള്ള ഗ്രഹങ്ങളും ഗുരുവിൻ്റെ ഗ്രൂപ്പിലുള്ളത് സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ഗുരു എന്ന് പറയുന്ന 4 ഗ്രഹങ്ങളുമാണ്. പിന്നെ രാഹുവും കേതുവും ഏത് ക്ഷേത്രത്തിലാണോ നിൽക്കുന്നത് ആ ക്ഷേത്രനാഥൻ്റെ സ്വഭാവം കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക്കാണ്. ഈ ഗ്രഹങ്ങളുടെ ഗ്രൂപ്പ് പഠിക്കുക എന്നുള്ളത് വളരെ ഈസിയാണ് കാര്യം. പക്ഷെ അത് നമ്മൾ ബേസിക്കാണ്. വളരെ 10 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ഫലം പ്രവചിക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഈ വ്യക്തിയുടെ ലഗ്നത്തിലെ ശുഭത്വമാണ്. ലഗ്നമെന്നല്ല, ഏത് ഭാവം എടുത്താലും ആ ഭാവത്തിലെ 1-ാം ഭാവമാണെങ്കിലും 2-ാം ഭാവമാണെങ്കിലും 12 ഭാവങ്ങൾ നമുക്കുണ്ട്. ഭാവങ്ങളെക്കുറിച്ച് നമുക്ക് വരും വീഡിയോകളിൽ ചെയ്യാം. ഏത് ഭാവം എടുത്താലും
നമുക്ക് ആ ഭാവത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഇപ്പോൾ സന്താന ഭാവമാണ്, സന്താനത്തിന് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സന്താന ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുന്നുണ്ടാവും. സന്താന ഭാവത്തിൻ്റെ അധിപൻ പാപഗ്രഹവുമായിട്ട്, അല്ലെങ്കിൽ സന്താന ഭാവാധിപനെ പാപനായിരിക്കും, അല്ലെങ്കിൽ സന്താന ഭാവാധിപൻ പാപഗ്രഹവുമായിട്ട് ചേർന്നിട്ടുണ്ടാവും. അതുപോലെ സന്താന ഭാവകാരകനായ ഗുരു, ഓരോ ഭാവത്തിനും ഓരോ കാരകനുമുണ്ട്. ഗുരു പാപയോഗം വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലഗ്നത്തിൻ്റെ 6, 8, 12 ഭാവങ്ങളിൽ മറഞ്ഞു നിൽക്കുന്നുണ്ടാവും, നീചം ചെയ്തിട്ടുണ്ടാവും. ഇത്രയേ ഉള്ളൂ ഫലം. ഇങ്ങനെയാണെങ്കിൽ ആ ഫലം കുറയും. ഇതെങ്ങനെ കൂടുന്നു? ആ ഗ്രഹം 5ാം ഭാവാധിപൻ ശക്തനായിരിക്കുക, ശുഭനായിരിക്കുക, ശുഭയോഗം ചെയ്യുക, ഗുരു അവിടെ 5ാം ഭാവത്തിൽ നിൽക്കുക, ഗുരുവിൻ്റെ ദൃഷ്ടി 5ാം ഭാവത്തിലേക്ക് വരിക. അങ്ങനെ വരുമ്പോൾ നമുക്കത് അനുകൂലത്തിലും വരും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭാവത്തെ നമ്മൾ എപ്പോഴും ചിന്തിക്കുമ്പോൾ ഭാവം, ഭാവാധിപൻ, ഭാവകാരകൻ, ആ ഭാവം, അതായത് ആ ക്ഷേത്രം തന്നോ എന്നുള്ളത് ആദ്യം നോക്കണം. ആ ക്ഷേത്രത്തിൽ ഇപ്പോൾ വിവാഹത്തെ നോക്കുമ്പോൾ നമ്മൾ ശുക്രക്ഷേത്രമായിട്ടുള്ള ഇടവം, തുലാം രാശികൾ ശുഭമാണോ എന്ന് നോക്കും. ഇടവം, തുലാം രാശികൾ ശുഭമാണെങ്കിൽ, തുലാം രാശിയിലൊക്കെ പ്രത്യേകിച്ചും നല്ല ഗ്രഹങ്ങൾ, ശുഭഗ്രഹങ്ങൾ, ശുക്രനൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ പ്രണയവിവാഹം വരെ നടക്കും. അപ്പോൾ നമുക്ക് ഇത് വളരെ ഈസിയാണ്. ഈ 2 ഭാവങ്ങളും നന്നോ നോക്കുക, 7ാം ഭാവം നന്നോ നോക്കുക, 7ാം ഭാവ അധിപൻ നന്നോ നോക്കുക. അല്ലെങ്കിൽ നന്നു മീൻസ് ശുഭഗ്രഹ യോഗ ദൃഷ്ടികൾ ഉണ്ടോ എന്ന് നോക്കുക. ശുഭഗ്രഹം എന്ന് പറയുന്നത് അറിയാം, ഗുരു, ശുക്രൻ, പൗർണമി ചന്ദ്രൻ, അതുപോലെ തന്നെ ഈ 3 ഗ്രഹങ്ങളാണ്. ഗുരു, ശുക്രൻ, പൗർണമി ചന്ദ്രൻ, പിന്നെ ബുധൻ, ഭാഗികമായി ബുധൻ. ഈ 4 ഗ്രഹങ്ങളാണ് ശുഭഗ്രഹങ്ങൾ. ഈ ശുഭഗ്രഹങ്ങൾ ഏത് ഭാവവുമായിട്ട് ബന്ധം വന്നാലും ആ ഭാവത്തിന് വളർച്ച പറയണം. ഇതാണ് പ്രധാന വിധികൾ. അപ്പോൾ ആ ഏത് ഭാവമാണെങ്കിലും, 1ാം ഭാവം നോക്കുകയാണെങ്കിലും 5ാം ഭാവം നോക്കുകയാണെങ്കിലും എല്ലാ ഭാവത്തിനും, അപ്പോൾ 6ാം ഭാവത്തിന് ഇതിന് പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുക 6ാം ഭാവത്തിന് ബലം വന്നു. എക്സാമ്പിൾ പറയാം, തുലാലഗ്നമാണ്, 6ാം ഭാവം എന്ന് പറയുന്നത് മീനമാണ്. മീനം രാശിയുടെ അധിപൻ ഗുരു ഉച്ചത്തിൽ നിന്നു എന്ന് വയ്ക്കാം. മീൻസ് കർക്കടകത്തിൽ നിൽക്കുന്ന ഗുരു, തുലാം ലഗ്നത്തിൽ കർക്കടകത്തിൽ നിൽക്കുന്ന ഗുരു നമ്മൾ പണ്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഹംസയോഗം 10ൽ നിൽക്കുകയാണെങ്കിൽ ഗുരു കേന്ദ്രങ്ങളിൽ, ലഗ്നകേന്ദ്രത്തിൽ ക്ഷേത്രബലവാനായോ ഉച്ചബലവാനായോ നിന്നാൽ ഹംസയോഗം. പക്ഷെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, തുലാലഗ്നക്കാരെല്ലാം എടുത്തു നോക്കിക്കോളൂ, കർക്കടക ലഗ്നമുള്ളവർ വളരെ അപൂർവ ആൾക്കാർക്ക് മാത്രമേ ഗുണം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ദാരിദ്ര്യം തന്നെയായിരിക്കും, അല്ലെങ്കിൽ മിഡിലായിട്ട് ജീവിക്കുന്നുണ്ടാവും. എന്താണ് കാരണം പറഞ്ഞാൽ, തുലാലഗ്നത്തിൻ്റെ ലഗ്നനാഥനായിട്ടുള്ള ശുക്രൻ ഒന്നുകിലും മീനത്തിൽ ഉച്ചം ചെയ്യണം. അതായത് 6ാം ഭാവം ഏത് ജാതകത്തിലാണെങ്കിലും ലഗ്നഭാവത്തിനേക്കാൾ ബലം 6ാം ഭാവത്തിന് വന്നാൽ നമുക്ക് ജാതകൻ ജോലി ചെയ്ത് മാത്രം ജീവിക്കാനേ പറ്റുള്ളൂ. ജോലി ചെയ്ത് ജീവിക്കാൻ മാത്രമേ യോഗ്യത ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ 6ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഉച്ചം ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ശുഭഗ്രഹം വേറെയില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ആ ജാതകത്തിന് ഒന്നുകിൽ 6ാം ഭാവത്തിന് എന്തെങ്കിലും ഒരു ഭംഗം വരണം. എങ്ങനെ ഭംഗം വരും? ഒരു പാപൻ വന്ന് 6ൽ നിൽക്കണം, അല്ലെങ്കിൽ ഗുരുവിൻ്റെ കൂടെ ഒരു പാപഗ്രഹം ഉണ്ടാവണം. എന്നാൽ മാത്രമേ ജാതകം ഭംഗിയാവുള്ളൂ. അല്ലെങ്കിൽ ആ ജാതകൻ എന്ത് ദശ വന്നാലും ഒരുപക്ഷെ ഗുണം ചെയ്യില്ല. കാര്യം ശുക്രൻ ഉച്ചം ചെയ്താൽ ഗുണം ചെയ്യും. കാര്യം ശുക്രൻ ഉച്ചം ചെയ്ത് കഴിഞ്ഞാൽ, ശുക്രൻ മീനത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഉച്ചൻ്റെ വീട്ടിൽ നിൽക്കുന്ന ലഗ്നാധിപൻ എന്ന ബലത്തിൽ ശുക്രൻ ബലവാനാവും. അവിടെയാണ് ശുക്രൻ ഏത് ജാതകം എടുത്താലും അതിൽ ഏതെങ്കിലും ഒരു ഉച്ചഗ്രഹം ഉണ്ടെങ്കിൽ ആ ഉച്ചഗ്രഹത്തിൻ്റെ വീടുകളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് നല്ല ഗുണങ്ങൾ കിട്ടും. വളരെ ഈസിയാണ് ഈ സംഭവം. ഒരു ഉച്ചഗ്രഹത്തിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഗ്രഹം ബലവാനായിരിക്കും ആ ദശ നടത്തുമ്പോൾ. പ്രധാനമായിട്ടും ദശ നടക്കണം എന്നുള്ളതാണ്. അപ്പോൾ തുലാലഗ്നത്തിന് അംശയോഗം, കർക്കിടകത്തിൽ നിൽക്കുന്ന അംശയോഗം ബലം കുറവായിരിക്കും. നോർമലായിട്ട് ആ ഒരു ബലം മിക്ക ആളുകൾക്ക് 90% ആളുകൾക്ക് ഉണ്ടാവില്ല. ഉണ്ടാവുകയാണെങ്കിൽ ഒന്നുകിൽ മീനൻ രാശിയിൽ ശനി, രാഹു അല്ലെങ്കിൽ കേതു പോലുള്ള ഗ്രഹങ്ങൾ നിൽക്കണം, അല്ലെങ്കിൽ പാപഗ്രഹം ഗുരുവിൻ്റെ കൂടെ നിൽക്കണം. ഏതെങ്കിലും ഒരു പാപഗ്രഹം ഗുരുവിൻ്റെ കൂടെ, അത് ഏതെങ്കിലും ഒരു പാപഗ്രഹമല്ല, ചൊവ്വയോ അല്ലെങ്കിൽ രവിയോ പോലുള്ള ബന്ധുക്കൾ നിൽക്കുകയാണ് എപ്പോഴും നല്ലത്. ശത്രു നിന്ന് കഴിഞ്ഞാൽ ഗുരുവിനില്ലാതായിരിക്കും, അത് എത്ര ഉച്ചനാണെങ്കിലും ഇല്ലാതായിരിക്കും. അപ്പോൾ ഹംസയോഗം എന്ന് പറയുന്ന യോഗം വർക്ക് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. ഹംസയോഗം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് അതിൻ്റെ ഗ്രൂപ്പിൽ, അതായത് കർക്കിടക ലഗ്നത്തിന് ഗുരു ഉച്ചം ചെയ്തു കഴിഞ്ഞാൽ അത് ഹംസയോഗം വർക്ക് ചെയ്യും. പക്ഷേ എതിർ ഗ്രൂപ്പിലുള്ള ഒരു ലഗ്നത്തിന്, തുലാം ലഗ്നം എന്ന് പറയുന്നത് ശുക്രൻ്റെ ലഗ്നമാണ്. ശുക്രൻ്റെ ലഗ്നത്തിന് ഗുരു ഉച്ചം ചെയ്തേക്കൊണ്ട് ഹംസയോഗം വർക്ക് ചെയ്യില്ല. അപ്പോൾ ഗ്രൂപ്പ് വളരെ പ്രധാനമാണ്. ഓരോ ഗ്രൂപ്പിലുള്ള ഗ്രഹങ്ങളും അതത് ഗ്രൂപ്പിലെ ലഗ്നങ്ങൾ കിട്ടിയാൽ മാത്രമേ ഫലമായിട്ട് വരുള്ളൂ എന്നുള്ളതാണ്. ഒരേ ഗ്രൂപ്പിലെ ഫലം കിട്ടണമെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ തന്നെ ഉച്ചം കിട്ടണം.
അപ്പോൾ ഹംസയോഗം എന്നല്ല, പഞ്ചമഹാപുരുഷ യോഗങ്ങൾ എല്ലാവർക്കും പല യോഗങ്ങളും ഉണ്ടാവും. അതൊന്നും ഫലം ഉണ്ടാവില്ല. കാര്യം ലഗ്നത്തിനും ബലം ഉണ്ടാവില്ല, ലഗ്നാധിപനും ബലം ഉണ്ടാവില്ല. ഒരുപക്ഷെ ലഗ്നത്തിനേക്കാൾ ബലം 6-ാം ഭാവാധിപനുണ്ടാവും. 6-ാം ഭാവാധിപന് ബലം വന്നാൽ എന്താ സംഭവിക്കുക? നമ്മൾ ഒരുപാട് അധ്വാനം ചെയ്യേണ്ടി വരും. ശാരീരിക അധ്വാനം വളരെ വർദ്ധിക്കും. ഫിസിക്കൽ അധ്വാനം കൂടും, പക്ഷെ അതിനനുസരിച്ച് ഫലം ഉണ്ടാവില്ല എന്നുള്ളതാണ് 6-ാം ഭാവത്തിൻ്റെ ഫലം. അധ്വാനങ്ങൾ 3 തരം ജോലികളാണുള്ളത്. ഒന്ന് ഫിസിക്കലായിട്ടുള്ള ജോലികൾ, അതാണ് 6-ാം ഭാവം. 2 വാച്യ ജോലികൾ, വാക്കുകൊണ്ട് അധ്യാപനം, ജ്യോതിഷം, ഇതെല്ലാം വന്നിട്ട് ഈ 2-ാം ഭാവമാണ്. വാക്കുകൊണ്ട് ഉള്ള ജീവിതം, അതിൽ ബുധനും ബന്ധമുണ്ട്, 2-ാം ഭാവത്തിനും ബന്ധമുണ്ട്. ഇനി മനസ്സുകൊണ്ടുള്ള, അവിടെയും 2-ാം ഭാവത്തിന് ബലമുണ്ട്, പ്ലസ് ചന്ദ്രനും ബലമാണ്. മനസ്സുകൊണ്ടുള്ള ജോലികൾ, സയൻറ്റിസ്റ്റുകൾ, ഡിസൈൻ ചെയ്യുന്നവർ, മനോകർമ്മങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഡിസൈനർ, കമ്പ്യൂട്ടർ എൻജിനീയേഴ്സ്, കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ആളുകൾ, അതൊക്കെ മനോകർമ്മങ്ങളാണ്. അപ്പോൾ മനോകർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. വാച്യകർമ്മങ്ങൾ, വാക്കുകൊണ്ട് കർമ്മം ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ പൂജ ചെയ്യുന്നവർ, പ്രഭാഷകർ, അങ്ങനെ അധ്യാപകർ, ഇവരൊക്കെ വാക്കുകൊണ്ട്. അവർക്ക് 2-ാം ഭാവത്തിന് ബലം വേണം, ഒപ്പം 2-ാം ഭാവത്തിൻ്റെ അധിപന ശക്തി ഉണ്ടാവണം. അതുപോലെ 2-ാം ഭാവത്തിൽ അല്ലെങ്കിൽ ബുധന് ബലം ഉണ്ടാവണം. പ്രത്യേകിച്ചും 2-ാം ഭാവത്തിൻ്റെ ബലവും പ്രധാനമാണ്. എന്നാലാണ് ജ്യോതിഷം അല്ലെങ്കിൽ അധ്യാപനം അല്ലെങ്കിൽ പ്രസംഗം, ഈ കലകളിലൊക്കെ. വക്കീൽ എന്ന് പറയുന്നത് എന്താണ്? 2-ാം ഭാവത്തിൽ ശനി ശുഭം ചെയ്ത് നിൽക്കണം. 2 10-ാം ഭാവങ്ങളോട് ചന്ദ്രാലോ ലഗ്നാലോ 2-ാം ഭാവത്തിലോ 10-ാം ഭാവത്തിലോ ശനി ശുഭം ചെയ്ത് നിൽക്കണം. എന്തെങ്കിലും ഒരു ബന്ധം, 2-ാം ഭാവാധിപനാവാം അല്ലെങ്കിൽ ഭാവത്ത് നിൽക്കുന്നുണ്ടാവാം, പക്ഷെ ആ ശനി ശുഭനായി നിന്നാൽ മാത്രമേ വക്കീലാവുള്ളൂ. ഏതൊരു വക്കീലിൻ്റെ ജാതകത്തിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ വാച്യകർമ്മങ്ങൾ ചെയ്യാൻ 2-ാം ഭാവത്തിന് നല്ല ബലം വേണം എന്നുള്ളതാണ്. വാച്യകർമ്മങ്ങൾ പറയുമ്പോൾ വാക്കുകൊണ്ട് ജീവിക്കുന്നത്, പലതരം കർമ്മങ്ങളാണ്. 6-ാം ഭാവത്തിന് ബലം വരുമ്പോൾ നമ്മൾ നല്ല അത്യാധ്വാനം ശരീരം കൊണ്ട് ചെയ്യും. ആ ചെയ്യുന്നതിന് റിസൾട്ട് കുറയുകയും ചെയ്യും. ലഗ്നത്തിന് എപ്പോഴും 6-ാം ഭാവത്തിനേക്കാൾ ബലം ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതുള്ളതാണ് നല്ല ജാതകം. അതുപോലെ തന്നെ നമുക്ക് യോഗദശകളാണ് ഒരു ജീവിതത്തിൽ ആദ്യം കിട്ടേണ്ടത്. ലഗ്നാധിപൻ എടുത്തു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ ലഗ്നമാണെങ്കിലും ശുക്രൻ്റെ ലഗ്നമാണ്. ഗുരുവിൻ്റെ ലഗ്നമാണെങ്കിൽ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ഗുരു എന്ന് പറയുന്ന തുടർച്ചയായിട്ട് ഈ ഗ്രഹങ്ങളുടെ ദശ കിട്ടുന്നുണ്ടോ നോക്കുക. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, അതുപോലെ ഗുരു. അതിൻ്റെ ഇടയിൽ ഒരു രാഹു വരും. പക്ഷേ ആ രാഹുവും മിക്കവാറും ഗുരുവിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുകയും ഗുരുവിൻ്റെ ദൃഷ്ടി വാങ്ങിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾ നല്ല ഉയർന്ന അവസ്ഥയിലായിരിക്കും, ഒരു സംശയമില്ല. ലഗ്നാധിപന് ബലമുണ്ട്. ഗുരുവിൻ്റെ ലഗ്നങ്ങളാണ്, ഗുരുവിൻ്റെ ഗ്രൂപ്പിലുള്ള ലഗ്നങ്ങൾ. ഗുരുവിൻ്റെ ഗ്രൂപ്പ് പറയുമ്പോൾ ചൊവ്വയുടെ ക്ഷേത്രങ്ങളും സൂര്യചന്ദ്രന്മാരുടെ ക്ഷേത്രങ്ങളും ഗുരുവിൻ്റെ ക്ഷേത്രങ്ങളുമാണ്. അതായത് 6 ക്ഷേത്രങ്ങളാണ്. ചൊവ്വയ്ക്ക് 2 ക്ഷേത്രം, ഗുരുവിന് 2 ക്ഷേത്രം, സൂര്യചന്ദ്രന്മാർക്ക് 2 ക്ഷേത്രം. അങ്ങനെ 6 ക്ഷേത്രങ്ങളുടെ ഗ്രൂപ്പ് എവിടെ ലഗ്നമായി ജനിച്ചാലും അവർക്ക് ഈ 4 ഗ്രഹങ്ങളും ശുഭം ചെയ്ത് ഈ ദശകൾ അവർക്ക് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജാതകം വളരെ നല്ലതായിരിക്കും. അതേപോലെ തന്നെയാണ് ശുക്രൻ്റെ ഗ്രൂപ്പിൽ പിറക്കുമ്പോൾ. ശുക്രനും ബുധനും ശനിയാണ്. അത് എവിടെ ജനിച്ചാലും, ശുക്രൻ്റെ ക്ഷേത്രങ്ങളിൽ ജനിച്ചാലും അതുപോലെ ബുധൻ്റെ ക്ഷേത്രത്തിൽ ജനിച്ചാലും ശനിയുടെ ക്ഷേത്രത്തിൽ ജനിച്ചാലും ഇവർക്ക് 3 പേരുടെയും തുടർ ദശകൾ വരണം. എപ്പോൾ? 25 വയസ്സ് മുതലുള്ള നല്ല പ്രായത്തിൽ. അതുവരെ നിങ്ങൾ കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. നല്ല പ്രായത്തിൽ ഈ ദശകൾ വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം നല്ല ജാതകമാണ് എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടാണ് ഈ പ്രഡിക്ഷൻ ഉള്ളത്. അതായത് ലഗ്നാധിപന് ബലം ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് യോഗദശകൾ വരുന്നുണ്ടോ നിങ്ങളുടെ ജാതകത്തിൽ നോക്കുക. പിന്നെ ഇപ്പം നിങ്ങൾ വിദ്യാഭ്യാസത്തിനാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്, ഉന്നത വിദ്യാഭ്യാസം നടക്കുമോ ഇല്ലേ എന്നുള്ളതാണ്. 4-ാം ഭാവത്തിൻ്റെ ശക്തിയാണ് നോക്കുക. 4-ാം ഭാവത്തിൽ ഏത് ഗ്രഹമാണ് നിൽക്കുന്നത്? വ്യാഴമാണോ, ശുക്രനാണോ, ബുധനാണോ, പൗർണമി ചന്ദ്രനാണോ, പൗർണമി ചന്ദ്രൻ്റെ ദൃഷ്ടിയുണ്ടോ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ടോ? 4-ാം ഭാവത്തിനുണ്ടെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം ടോപ്പായിരിക്കും. അതാണ്. അതുപോലെ ഓരോ ഭാവത്തിനും കെട്ടിട്ടില്ലെങ്കിൽ, ഭാവത്തിൽ ശനിയില്ല, രാഹുവില്ല, അമാവാസി ചന്ദ്രനില്ല, അങ്ങനെയുള്ള ഗ്രഹങ്ങൾ ഭാവത്തിൽ വരുന്നില്ല എങ്കിൽ, ചൊവ്വ അതുപോലെയുള്ള ഗ്രഹങ്ങളൊന്നും ഭാവത്തിൽ വരുന്നില്ല എങ്കിൽ ആ ഭാവം ശുഭമാണ്. ഭാവത്തിൽ പാപൻ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ 7-ാം ഭാവമാണെങ്കിലും വിവാഹം വൈകുന്നു, വിവാഹം നടക്കുന്നില്ല, എന്താണ് കാര്യം നോക്കിക്കഴിഞ്ഞാൽ 7-ാം ഭാവത്തിന് ബലം ഉണ്ടാവില്ല, 7-ാം ഭാവാധിപന് ബലം ഉണ്ടാവില്ല, ഭാവകാരകനായ ശുക്രൻ നീചത്തിലോ മൗഢ്യത്തിലോ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു ഭാവവും ഭാവാധിപനും ഭാവകാരകനും നശിച്ചാൽ മാത്രമേ ആ ഭാവം ഇല്ല അല്ലെങ്കിൽ ആ ഭാവം നടക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. ഏത് ഭാവം അങ്ങനെയാണ്. ഇപ്പോൾ 9-ാം ഭാവത്തിന് 9-ാം ഭാവാധിപൻ, ഭാവകാരകൻ, ഭാവസ്ഥിതൻ, അതായത് ഒരു 9-ാം ഭാവം, ഭാവാധിപൻ, ഭാവകാരകൻ, അതായത് 9-ാം ഭാവം
അതിൻ്റെ ഭാവത്തിൻ്റെ അധിപൻ ആരാണോ അയാൾ, അല്ലെങ്കിൽ ഭാവത്തിൽ ആരെങ്കിലും സ്ഥിതി ചെയ്യുന്നുണ്ടോ അയാൾ, അത് ശുഭനായിരിക്കണം. 9ാം ഭാവകാരകനായ സൂര്യൻ. ഇത് 3 കെട്ടുപോയാൽ അല്ലെങ്കിൽ 4 കെട്ടുപോയാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, അച്ഛനില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് അച്ഛനില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അച്ഛനില്ല. സൂര്യദശ വന്നിട്ടുണ്ടാവും അതിൻ്റെ ഇടയിൽ, സൂര്യദശ വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ 9ാം ഭാവത്തിൽ കെട്ട് നിൽക്കുന്ന ശനിയാണെങ്കിൽ ശനിദശ വന്നിട്ടുണ്ടാവും. 9ാം ഭാവത്തിൽ നിൽക്കുന്ന പാവഗ്രഹത്തിൻ്റെ ദശ വന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ പിതാവ് മരിച്ചു എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഫലപ്രവചനം വളരെ ഈസിയാണ്. ഈ ഗ്രഹങ്ങളുടെ ശുഭ അശുഭങ്ങളെ മനസ്സിലാക്കലാണ് ഇതിൽ പ്രധാനം. അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പ്രവചിക്കുന്നതെങ്കിൽ നിങ്ങൾ അഷ്ടവർഗമോ അല്ലെങ്കിൽ 2000-ൽ പരമുള്ള യോഗങ്ങളോ ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ശ്ലോകങ്ങളിലൊന്നും ഫലം കിടക്കുന്നില്ല. ശ്ലോകങ്ങളൊക്കെ ഓരോ ആചാര്യന്മാരും സംസ്കൃത പാണ്ഡിത്യത്തെ മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പാണ്ഡിത്യത്തെ പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് മാർഗ്ഗമാണ്. വളരെ സിമ്പിളാണ്. വേദ ജ്യോതിഷത്തിൽ പ്രകാശത്തിനും ഇരുട്ടിനും തമ്മിലുള്ള റിലേഷനാണ് ജ്യോതിഷത്തിൻ്റെ പല പ്രവചനത്തിനും ഉപയോഗിക്കുന്ന ബേസിക്. പ്രകാശവും ഇരുട്ടും തമ്മിലുള്ള റിലേഷനാണ് ജ്യോതിഷ പല പ്രവചനത്തിനും ഉപയോഗിക്കുന്ന ബേസിക്. ഇത് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത് മനസ്സിലായി ഗ്രഹങ്ങളുടെ ശുഭ അശുഭങ്ങൾ ഏതൊക്കെയാണെന്നും ഏതൊക്കെ ഗ്രൂപ്പിലുള്ളവർ തമ്മിൽ ചേരാമെന്നും ഏതൊക്കെ ഇപ്പം മേടം ലഗ്നമാണെങ്കിൽ മേടം വൃശ്ചികം ലഗ്നക്കാർക്ക് ബുധൻ്റെ ദശ വന്നുകൂടാന്നുള്ളതാണ്. ബുധൻ്റെ ദശ അല്ലെങ്കിൽ അത്ര ശുഭത്വം ബുധന് വേണം. ബുധൻ്റെ ദശ വന്നു കഴിഞ്ഞാൽ ദോഷം ഉണ്ടാവും. കാര്യം എന്താണ്, 6-8 ബന്ധം വരും. 6ാം ഭാവാധിപനായിരിക്കും ഒന്നെങ്കിൽ വൃശ്ചികമാണെങ്കിൽ 8ാം ഭാവാധിപനായിരിക്കും, മേടാണെങ്കിൽ 6ാം ഭാവാധിപനും. അപ്പോൾ 6ാം ഭാവാധിപൻ്റെയോ 8ാം ഭാവാധിപൻ്റെയോ ദശ നടന്നാൽ ആ ഭാവത്തിൻ്റെ ഫലം തരും. ആധിപത്യം അങ്ങനെയാണ്. ദശ വരുമ്പോഴാണ് ആധിപത്യ ഫലം തരിക. 6ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ്റെ ദശ വന്നു കഴിഞ്ഞാൽ മേടൻ ലഗ്നക്കാർക്ക് 6ാം ഭാവാധിപത്യം, രോഗം, ദുരിതം, കടം മുതലായിട്ടുള്ള കാര്യങ്ങൾ വരും എന്നുള്ളതാണ്. ഓരോ ഭാവത്തിനും ഇപ്പോൾ ബുധന് ചൊവ്വയാണ്. ബുധന് ചൊവ്വയുടെ ദശ വരാൻ പാടില്ല. അതായത് കന്നി, മിഥുനം പോലുള്ള രാശികൾക്ക് ചൊവ്വയുടെ ദശ വന്നുകൂടാത്ത ദശകളാണ്. അവർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് നിങ്ങൾ നല്ല ബുദ്ധിമുട്ടാണ്. അതേ സമയത്തായിരിക്കും നിങ്ങൾ ഗോചരത്തിൽ ശനി, 7ര ശനി, അഷ്ടമ ശനി കൂടി വരുന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഓരോ രാശിക്കാർക്കും. അതേപോലെ ശുക്രൻ്റെ രാശികൾക്കായിട്ടുള്ള തുലാം, വൃശ്ചിക രാശിക്കാർക്ക് ഗുരുദശ വരാൻ പാടില്ല. ഗുരുദശ വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അത് അസുഖങ്ങളുണ്ടാവും, രോഗം ഉണ്ടാവും, ദുരിതം ഉണ്ടാവും, ജോലി പോവും. ഇതെല്ലാം സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. അതുപോലെ ഗുരുവിൻ്റെ രാശിക്കാർക്ക് ശുക്രൻ്റെ ദശകൾ വരാൻ പാടില്ല. ശനിക്ക്, അതായത് മകരം, കുംഭം രാശിക്കാർക്ക് സൂര്യചന്ദ്രന്മാരുടെ ദശ വരാൻ പാടില്ല. സൂര്യചന്ദ്രന്മാരുടെ ദശ, പ്രത്യേകിച്ചും കുംഭം രാശിക്ക് ചന്ദ്രൻ്റെ ദശ വന്നു കഴിഞ്ഞാൽ മഹാദുരിതമായിരിക്കും, വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ചന്ദ്രൻ പൗർണമിയിലോ അല്ലെങ്കിൽ ചന്ദ്രൻ ഗുരുവിൻ്റെ ദൃഷ്ടിയിലോ അങ്ങനെയുള്ള അവസ്ഥയിൽ ഉണ്ടാവണം. എന്നാലാണ് കുറച്ചൊരു ശമനം ഉണ്ടാവുള്ളൂ. എന്നാലും 6ാം ഭാവാധിപൻ്റെ ഫലം തരും. അപ്പോൾ കടം വാങ്ങിക്കും. പക്ഷെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും കടം വാങ്ങിക്കുക. അങ്ങനെയുള്ള ഒരു ചന്ദ്രൻ കടം തരും എന്നുള്ളതാണ്. അപ്പോൾ ദുരിതം, കടം, കാര്യങ്ങളൊക്കെ കുംഭത്തിൻ്റെ 6ാം ഭാവാധിപനായ ചന്ദ്രൻ്റെ ദശയിൽ നിർബന്ധമായിട്ടും തരും. അതുപോലെ തന്നെ മകരരാശിയുടെ 8ാം ഭാവാധിപനായ സൂര്യദശ, അപ്പം മകരം ലഗ്നക്കാർക്ക് സൂര്യദശ വരാൻ പാടില്ല. ഇങ്ങനെ ഓരോ ലഗ്നത്തിനും നേരെ എതിരായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശ വരാതിരിക്കുന്നുണ്ടെങ്കിൽ അയാൾ യോഗജാതകമാണ്, അയാൾ നല്ല ഭാഗ്യം ചെയ്ത വ്യക്തിയാണ്. പ്രധാനമായിട്ടും ജാതകത്തിൽ വളരെ സിമ്പിളായിട്ടാണ് പ്രധാനമായിട്ടും ലഗ്നത്തിൻ്റെ ശുഭത്വമാണ്. ലഗ്നത്തിൽ ശുഭഗ്രഹമാണോ പാപഗ്രഹമാണോ, എത്ര തമസ്സുണ്ട് എന്നുള്ളത് നിർണ്ണയിക്കുക. 2, നിങ്ങൾക്ക് യോഗദശകൾ വരുന്നുണ്ടോ എന്ന് നോക്കുക. യോഗദശ അപഹാര ചിത്രങ്ങൾ, ഇത് 3 ഉണ്ടെങ്കിൽ തന്നെ ജാതകം പ്രഡിക്ഷൻ ആവും. വളരെ സിമ്പിളാണ്. അതുപോലെ അംശകത്തിൽ ശുഭത്വം ഉണ്ടോ, അംശക ശുഭത്വം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അത് നമുക്ക് ഇനി പോകുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഒരു കൺക്ലൂഷനാണ്. അടുത്ത വീഡിയോ മുതൽ ഞാൻ മേടം മുതലുള്ള രാശികളെക്കുറിച്ച് 12 രാശികളെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആകെ അത്രയേ ഉള്ളൂ. മേടം മുതൽ 12 രാശികളെക്കുറിച്ചും അതുപോലെ നവഗ്രഹങ്ങളെക്കുറിച്ചും മാത്രമേ പഠിക്കാനുള്ളൂ. ഇവരുടെ റിലേഷനും ഇവരുടെ എതിർപ്പും, അല്ലെങ്കിൽ ശത്രുഗ്രഹങ്ങൾ ആരാണ്, ബന്ധുഗ്രഹങ്ങൾ ആരാണ് എന്നിത്യാദി കാര്യങ്ങളും കാരകങ്ങളും, ഓരോ ഗ്രഹങ്ങൾക്ക് കാരകത്വങ്ങളുണ്ട്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക, ജീവകാരകത്വം എന്താണ്, ജഡകാരകത്വം എന്താണ്, അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വന്നാൽ തന്നെ എല്ലാവർക്കും ഈ ജ്യോതിഷം കൈവരുന്ന കാര്യമാണ്. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇതിന് പ്രാക്ടീസ് വേണം, പക്ഷേ സംഭവം വളരെ ഈസിയാണ്. നിങ്ങൾ അഷ്ടവർഗം, അതുപോലെ നക്ഷത്രം എന്ന് പറയുന്ന ഈ രൂപത്തിലേക്കൊക്കെ ഇത് പോകുമ്പോൾ വെറുതെ നമ്മുടെ കയ്യിൽ 10-20 വർഷം നിങ്ങൾ പഠിച്ചാലും ഈ സാധനം തീരില്ല എന്നുള്ളതാണ്. പക്ഷേ വളരെ സിമ്പിളാണ്. പ്രകാശവും ഇരുട്ടും തമ്മിലുള്ള റിലേഷനാണ് ബേസിക് ഓഫ് ജ്യോതിഷം. അത് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ വളരെ ഈസി ആയിട്ട് പ്രെഡിക്ഷൻ ചെയ്യാൻ പറ്റും. വെറും 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ജാതകത്തിൻ്റെ ഫലം ഭാഗികമായി പറയാൻ പറ്റും. സൂക്ഷ്മത്തിൽ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോകും.
ഭാഗിക ഫലം നിങ്ങൾക്ക് പറയാൻ വളരെ ഈസി ആയിട്ട് പറ്റും എന്നുള്ളതാണ്. എന്തായാലും ഇത്രയും അടുത്ത വീഡിയോയിൽ ബാക്കി